എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബ്രൂണോയിലെ ഗെറ്റ് ഹെഡർ, ഗെറ്റ് ഹെഡേഴ്സ് എന്നീ മെത്തേഡ്സിന്റെ യൂസേജിനെ കുറിച്ചാണ്. ഞാൻ ബ്രൂണോ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡെമോയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് എന്ന കളക്ഷനിലെ ക്രിയേറ്റ് യൂസർ എന്ന റിക്വസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഫസ്റ്റ് ഹെഡേഴ്സ് എന്ന ടാബിൽ 2 ഹെഡർ ആഡ് ചെയ്യുവാണ്. ഈ ഹെഡറിന്റെ വാല്യൂ നമ്മൾ ഗെറ്റ് ഹെഡറും ഗെറ്റ് ഹെഡേഴ്സ് എന്നീ 2 മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ കൺസോളിൽ പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ API ഹിറ്റ് ചെയ്യുമ്പോൾ വരുന്ന റെസ്പോൺസിലെ ഹെഡേഴ്സും നമ്മൾ കൺസോളിൽ പ്രിന്റ് ചെയ്യും. അതുപോലെ അതിലെ ഒരു വാല്യൂ നമ്മൾ അസേർട്ടും കൂടെ ചെയ്ത് നോക്കും. ടെസ്റ്റ് ടാബ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ആ അസേർഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഹെഡേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആഡ് ചെയ്യേണ്ട ഹെഡേഴ്സ് ഞാൻ ഈ നോട്ട് പാഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അതുപോലെ ഈ ചേഞ്ചസ് എല്ലാം നിങ്ങൾക്ക് ഗിറ്റ്ഹബിൽ നിന്ന് പുള്ളി ചെയ്തെടുക്കുകയോ ക്ലോൺ ചെയ്തെടുക്കുകയോ ചെയ്യുന്നതാണ്. ഗിറ്റ്ഹബിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. ഞാൻ ആദ്യമേ ഒരു ഹെഡർ കീ ആഡ് ചെയ്യുവാണ്. ആഡ് ഹെഡർ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. ഹെഡർ കീ 1 എന്നുള്ളത് ആഡ് ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് ഹെഡർ വാല്യൂ 1 എന്നുള്ളത് ഞാൻ കോപ്പി ചെയ്യുവാണ്, പേസ്റ്റ് ചെയ്തു. ഒരു ഹെഡറും കൂടെ ആഡ് ചെയ്യുവാണ്. ഹെഡർ കീ 2, അതിൻ്റെ വാല്യൂ ആയ ഹെഡർ വാല്യൂ 2 കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യുവാണ്. ഇനി ഈ പർട്ടിക്കുലർ ഹെഡർ ഈ റിക്വസ്റ്റിനോട് പാസ്സാവും. അപ്പോൾ ഈ ഹെഡേഴ്സിൻ്റെ വാല്യൂസ് നമ്മൾ സ്ക്രിപ്റ്റ് ടാബിലെ പ്രീ റിക്വസ്റ്റ് എന്ന സെക്ഷൻ യൂസ് ചെയ്ത് നമ്മൾ കൺസോളിൽ പ്രിന്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയുള്ള കോഡ് ഞാൻ ഓൾറെഡി നോട്ട് പാഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇത്രയും ഭാഗം കോപ്പി ചെയ്തു. ഞാൻ ബ്രൂണോയിലെ സ്ക്രിപ്റ്റ് എന്ന ടാബിൽ പ്രീ റിക്വസ്റ്റ് എന്ന സെക്ഷനകത്ത് ഞാനത് ആഡ് ചെയ്തു. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ഞാൻ ഹെഡർ വാല്യൂ 1 എന്നുള്ള ഒരു വേരിയബിളിലേക്ക് നമ്മൾ പാസ് ചെയ്ത ഹെഡർ കീ 1 എന്ന കീയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുവാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്ത് REQ എന്ന ഒബ്ജക്റ്റാണ്. അതിനുശേഷം ഡോട്ട് ഗെറ്റ് ഹെഡർ എന്ന മെത്തേഡ് വിളിച്ചു. സിംഗുലർ മെത്തേഡാണ്. ഒരു പർട്ടിക്കുലർ ഹെഡറിൻ്റെ വാല്യൂ ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഹെഡറിൻ്റെ വാല്യൂ ആണോ എടുക്കേണ്ട ആ ഹെഡറിൻ്റെ കീ കറക്റ്റായിട്ട് പാസ് ചെയ്യുക. ഹെഡർ കീ 1 എന്നുള്ളത് കൊടുത്തു. അതുപോലെ അതിനുശേഷം കൺസോൾ ഡോട്ട് ലോഗ് യൂസ് ചെയ്ത് അത് കൺസോളിലേക്ക് പ്രിന്റ് ചെയ്യാനുള്ള കോഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പ്ലസ് ഓപ്പറേറ്റർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, കോമയാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തേർഡ് ലൈനിൽ ഹെഡർ വാല്യൂ 2ൻ്റെ വാല്യൂ നമ്മൾ ഫെച്ച് ചെയ്തെടുത്ത് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് പ്രിന്റ് ചെയ്യുന്നു. 5th ലൈനിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇവിടെ ഞാൻ വിളിച്ചിരിക്കുന്ന മെത്തേഡ് REQ എന്ന ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ഹെഡേഴ്സ് എന്നുള്ള മെത്തേഡാണ്. ഇതൊരു പ്ലൂറൽ മെത്തേഡാണ്. ഗെറ്റ് ഹെഡേഴ്സ് എന്നുള്ള മെത്തേഡ് ഈ റിക്വസ്റ്റിൻ്റെ കൂടെ പാസ്സാകുന്ന എല്ലാ ഹെഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തെടുക്കും. അത് നമ്മളൊരു ഹെഡർ വാല്യൂസ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് ശേഷം അത് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ റിക്വസ്റ്റ് സേവ് ചെയ്യുവാണ്. അതിനുശേഷം ഞാൻ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ കൺസോൾ ഓപ്പൺ ചെയ്യുവാണ്. കൺസോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ടോഗിൾ ഡെവലപ്പർ ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാം. Ctrl+Shift-I ക്ലിക്ക് ചെയ്താലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ കൺസോൾ ഓപ്പൺ ചെയ്തു. ആദ്യമേ ലോഗ്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്യുവാണ്. ഇനി ഈ പർട്ടിക്കുലർ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ കൺസോളിൽ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം വാല്യൂസ് പ്രിന്റ് ആയിരിക്കുന്നത്. ഹെഡർ വാല്യൂ ഈസ് എന്നുള്ളത് ഹെഡർ വാല്യൂ 1 നമ്മൾ പാസ് ചെയ്ത വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുപോലെ ഹെഡർ വാല്യൂ 2 ഈസ് ഹെഡർ വാല്യൂ 2. അതായത് നമ്മളിവിടെ ഹെഡർ പാസ് ചെയ്തിരിക്കുന്ന ഹെഡർ വാല്യൂ 1 എന്നും ഹെഡർ വാല്യൂ 2 എന്നും പറഞ്ഞാണ് അതിൻ്റെ വാല്യൂസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ
ഹെഡർ വാല്യൂസ് എന്ന് പറഞ്ഞ് അത് മൾട്ടിപ്പിൾ ഹെഡേഴ്സ് പാസ്സായ റിക്വസ്റ്റിലെ ഹെഡേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു കോഡും കൂടി ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഹെഡർ വാല്യൂസ് ആർ ഒന്നാമത് ഹെഡർ കീ 1 എന്നുള്ള കീക്കകത്ത് പോയ വാല്യൂസും പിന്നെ ഹെഡർ കീ 2 എന്ന ഹെഡറിനകത്ത് പോയ വാല്യൂസും അതുപോലെ കണ്ടന്റ് ടൈപ്പ് എന്നുള്ളതും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഹെഡേഴ്സ് ആണ് ഈ റിക്വസ്റ്റിനോട് പോയത്. അത് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നു. അപ്പം ശ്രദ്ധിക്കേണ്ട മെത്തേഡിന്റെ പേര് അതുപോലെ ഒബ്ജക്റ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ REQ എന്നുള്ള ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ മൾട്ടിപ്പിൾ ഹെഡേഴ്സിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഹെഡേഴ്സ് എന്നുള്ള മെത്തേഡ് വിളിക്കുക. ഒരു സിംഗിൾ ഹെഡറിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഹെഡർ അതിൻ്റെ കറസ്പോണ്ടിങ് കീയും കൂടെ പാസ് ചെയ്യുക. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ റിക്വസ്റ്റ് സെൻഡ് ചെയ്തപ്പോൾ വന്ന റെസ്പോൺസിലെ ഹെഡേഴ്സിന്റെ വാല്യൂ നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം ഡേറ്റ്, കണ്ടന്റ് ടൈപ്പ്, കണ്ടന്റ് ലെങ്ത് ഇതെല്ലാം ഈ പർട്ടിക്കുലർ റെസ്പോൺസിൻ്റെ കൂടെ വന്ന ഹെഡേഴ്സ് ആണ്. അപ്പം ആ വാല്യൂസ് കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ നോട്ട് പാഡിലെ ഈ പർട്ടിക്കുലർ കോഡ് നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഞാനിത് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ കൺസോള് ക്ലോസ് ചെയ്യുവാണ്. ഞാൻ ഇവിടെ ആ കോഡ് ആഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് റെസ്പോൺസ് എന്ന സെക്ഷനിലാണ്. കാരണം റെസ്പോൺസ് വന്നതിന് ശേഷമാണ് നമുക്ക് ആ റെസ്പോൺസിൽ വന്നിരിക്കുന്ന ഹെഡറിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റെസ്പോൺസിൽ നിന്ന് ഹെഡേഴ്സിൻ്റെ വാല്യൂസ് ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് റെസ്പോൺസ് സെക്ഷനിലാണ് കോഡ് കൊടുക്കേണ്ടത്. അതുപോലെ റിക്വസ്റ്റിനൊപ്പം പാസ് ചെയ്ത ഹെഡറിലെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ പ്രീ റിക്വസ്റ്റ് സെക്ഷനിൽ കൊടുക്കണം. ഇനി ഇവിടെയുള്ള മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് RES എന്നുള്ള ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ റെസ്പോൺസിൽ നിന്നാണ് ഡീറ്റെയിൽസ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ RES എന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യണം. റിക്വസ്റ്റിൽ നിന്നാണ് ഡീറ്റെയിൽസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ REQ എന്നുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്യണം. മെത്തേഡ്സ് ബാക്കി രണ്ട് സെയിം ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഹെഡറിൻ്റെ വാല്യൂ ആണോ ഫെച്ച് ചെയ്തെടുക്കേണ്ടത് ആ ഹെഡറിൻ്റെ കീ കറക്റ്റായിട്ട് പാസ് ചെയ്യുക. ഇവിടെ ഞാൻ കണക്ഷൻ എന്ന ഹെഡറിൻ്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാൻ നോക്കുന്നത്. അതുപോലെ സെർവർ എന്ന ഈ ഒരു പർട്ടിക്കുലർ ഹെഡറിൻ്റെ വാല്യൂ ഫെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സെർവറും അതുപോലെ കണക്ഷനും ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ ആണ് ഞാൻ കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നത്. അതുപോലെ ഈ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ ഹെഡറിൻ്റെ വാല്യൂസും കൂടെ റെസ്പോൺസിൽ വരാൻ വേണ്ടി ഹെഡർ വാല്യൂസ് എന്നൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അതും കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരും. നമുക്കിനി ഈ പർട്ടിക്കുലർ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. അതിന് മുമ്പ് കൺസോൾ ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുകയാണ്. Ctrl+Shift+I എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി വന്നിരിക്കുന്ന കൺസോൾ ഡീറ്റെയിൽസ് ഞാൻ ക്ലിയർ ചെയ്ത് കളയുവാണ്. അതിനുശേഷം ഈ റിക്വസ്റ്റ് വീണ്ടും സെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം നമ്മൾ പ്രീ റിക്വസ്റ്റ് സെക്ഷൻ ആഡ് ചെയ്ത കോഡും അതുപോലെ തന്നെ പോസ്റ്റ് റെസ്പോൺസിൽ ആഡ് ചെയ്ത കോഡും വർക്കാകുന്നുണ്ട്. അപ്പം ക്ലോസ് എന്ന വാല്യൂ ആണ് കണക്ഷൻ്റെ ഹെഡറായിട്ട് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം കണക്ഷൻ എന്ന ഹെഡറിൻ്റെ വാല്യൂ ക്ലോസ് ആണ്, അതിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ സെർവർ എന്ന ഹെഡറിൻ്റെ വാല്യൂ ക്ലൗഡ്ഫ്ലെയർ ആണ്, അതിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന റെസ്പോൺസിൽ വന്നിരിക്കുന്ന എല്ലാ ഹെഡേഴ്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഹെഡറിൻ്റെ വാല്യൂ നമ്മൾ അസേഷനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ടെസ്റ്റ് എന്ന ടാബിൽ ഞാൻ അതിനുവേണ്ടിയുള്ള അസേഷൻ ആഡ് ചെയ്യുവാണ്. ഞാൻ ഈ കൺസോൾ ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ ഹെഡറും നമുക്ക് ഈ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് അസേർട്ട് ചെയ്ത് നോക്കാൻ സാധിക്കും. ഞാൻ കോഡ് നോട്ട് പാഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. ഞാൻ ബ്രൂണോയിലെ ടെസ്റ്റ് എന്ന ടാബിൽ അത് പേസ്റ്റ് ചെയ്യുവാണ്. ഫയൽ സേവ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഹെഡർ വാല്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ടെസ്റ്റിന് പേര് കൊടുത്തു. അതിനുശേഷം എക്സ്പെക്റ്റിനകത്ത് rest.get ഹെഡർ കണക്ഷൻ എന്ന ഹെഡറിൻ്റെ കീയുടെ വാല്യൂ ക്ലോസ് ആണോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ക്ലോസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് കേസ് പാസ്സാകും. ഞാനിത് സെൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം എല്ലാം ഗ്രീൻ കളറിൽ വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ ആഡ് ചെയ്ത ആ പർട്ടിക്കുലർ ടെസ്റ്റ് കൂടെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഇൻറ്റൻഷനലി ഫെയിൽ ചെയ്യിക്കാൻ വേണ്ടി ക്ലോസ് എന്നുള്ള ക്ലോസ്ഡ് എന്നാക്കുന്നു. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. വീണ്ടും റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ഇത്തവണ ഒരെണ്ണം ഫെയിൽഡ് ആയിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത മെസ്സേജും ആക്ച്വൽ മെസ്സേജും എന്താണെന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇത് തിരിച്ച് കറക്റ്റ് ആക്കുവാണ്. ക്ലോസ് എന്നുള്ള മാറ്റി ക്ലോസ് എന്നാക്കുന്നു. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. വീണ്ടും സെൻഡ് ചെയ്യുന്നു.
ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ടെസ്റ്റ് കേസുകളും അതുപോലെ തന്നെ അസേർട്ട് ടാബിലും അസേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബ്രൂണോയിൽ ഗെറ്റ് ഹെഡറും ഗെറ്റ് ഹെഡേഴ്സ് എന്ന മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. ആ കറസ്പോണ്ടിങ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഹെഡറിൻ്റെ വാല്യൂവും കൂടെ അസേർട്ട് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.